പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാമത്തെ ഏകദിന മത്സരത്തിലും ഓസ്ട്രേലിയയെ അവരുടെ മണ്ണിലിട്ട് തകർത്ത് വിട്ടു സൗത്ത് ആഫ്രിക്ക. ഇന്ന് നടന്ന രണ്ടാമത്തെ ഏകദിന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക 49.1 ഓവറിൽ 277 റൺസിന് ഓൾ ഔട്ടായപ്പോൾ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഓസ്ട്രേലിയ ആകട്ടെ 193 റൺസിന് പുറത്തായി. ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്കയുടെ തുടക്കം തകർച്ചയോടെ ആയിരുന്നെങ്കിലും മൂന്നാമനെ ക്രീസിലെത്തിയ ടോണിയുടെ 39 പന്തിൽ 38 റൺസുമായി പിടിച്ചു നിന്നു. എന്നാൽ പിന്നീടെത്തിയ മാത്യു റീസ്കെ 78 പന്തിൽ 88 റൺസുമായി മികച്ച പ്രകടനം നടത്തി. ട്രിസ്റ്റൻ സ്റ്റംസ് അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകി. 87 പന്തിൽ 74 റൺസാണ് സ്റ്റംസ് നേടിയത്. പിന്നീട് മുൾഡർ 26 റൺസും കേശവ് മഹാരാജ് 22 റൺസും കൂടി കൂട്ടിച്ചേർത്തതോടെ സൗത്ത് ആഫ്രിക്ക 277 എന്ന മോശമല്ലാത്ത സ്കോറിലേക്ക് എത്തി. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഹേസൽവുഡ് 1 വിക്കറ്റും ബാട്ട്ലെറ്റ് 2 വിക്കറ്റും നഥാൻ എല്ലിസ് 2 വിക്കറ്റും ആദം സംബ 3 വിക്കറ്റും ലബുഷാനെ 2 വിക്കറ്റും നേടി. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഓസീസിന്റെ തുടക്കവും തകർച്ചയോടെ തന്നെയായിരുന്നു. ട്രാവിസ് ഹെഡ് 6 റൺസ് എടുത്ത് മടങ്ങി. പിന്നീട് മിച്ചൽ മാർഷ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും 18 റൺസ് എടുത്ത് മടങ്ങേണ്ടി വന്നു. ലബുഷാനെ 1 റൺസ് എടുത്ത് മടങ്ങി. കാമറൂൺ ഗ്രീൻ 35 റൺസ് എടുത്തു. ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് നിരയിൽ ജോഷ് ഇംഗ്ലീഷ് മാത്രമാണ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. 74 പന്തിൽ അദ്ദേഹം 87 റൺസുമായി ഒന്ന് പൊരുതി നോക്കി. എന്നാൽ പിന്നീട് വന്നവർക്ക് കാര്യമായി ഒന്നും ചെയ്യാനാവാതെ വന്നതോടെ 193 റൺസിൽ ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആവുകയായിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കായി ലുങ്കി എങ്കിടി 5 വിക്കറ്റുമായി കൊടുങ്കാറ്റ് വിതച്ചപ്പോൾ മുത്തുസ്വാമി 2 വിക്കറ്റും ബഗർ 2 വിക്കറ്റും മുൾഡർ 1 വിക്കറ്റുമായി അദ്ദേഹത്തിന് മികച്ച പിന്തുണയും നൽകി. തുടർച്ചയായ രണ്ടാമത്തെ ഏകദിന മത്സരവും തോറ്റതോടെ 3 മത്സരങ്ങളടങ്ങിയ വടംവര 2-0 ദക്ഷിണാഫ്രിക്ക സ്വന്തമാക്കി.